ഹായ് എവരി വൺ. സോ 24th January ഷിഫ്റ്റ് 2-ൻ്റെ 6ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം അവർ ഇത് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ MO തിയറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ നോക്കിയിട്ടുള്ള, നമുക്കറിയാവുന്നൊരു പാർട്ട് തന്നെയാണിത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്കിതിനെ പെടുത്താം. പെയർ ഓഫ് സ്പീഷീസ് എമംഗ് ദ ഫോളോയിങ് ഹാവിങ് സെയിം ബോണ്ട് ഓർഡർ. അത് മാത്രമല്ല പാരാമാഗ്നറ്റിക്കും ആയിരിക്കണം. സെയിം ബോണ്ട് ഓർഡറും ആയിരിക്കണം, പാരാമാഗ്നറ്റിക് ആയിരിക്കണം. അപ്പം നമുക്കറിയാം, നമുക്കിത് ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ബോണ്ട് ഓർഡറും സെയിം ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ഓരോ സ്പീഷീസിനെ എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്പീഷീസിലേക്ക് നമ്മൾ വരികയാണ്. O2 തീർച്ചയായിട്ടും നമുക്കറിയാം O2+ ആണ്. O2+ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉറപ്പായും നമുക്കറിയാം 15 ഇലക്ട്രോൺസ് ആണ്. 15 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണ്. ആൻഡ് ഓൾസോ 14 എന്ന് പറയുന്ന ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പോൾ 15 എന്ന് പറയുന്ന ബോണ്ട് ഓർഡർ 2.5 ആണ്. അപ്പോൾ പാരാമാഗ്നറ്റിക് ആണ്. അയാളുടെ ബോണ്ട് ഓർഡർ ഈക്വൽസ് 2.5. അത് O2+. അടുത്തത് N2 മക്കളെ N2 എന്ന് പറയുന്നത് 16 ഇലക്ട്രോൺ വരും. 16 ഇലക്ട്രോൺ വന്നാൽ ആ കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണ്. കാരണം അവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ അയാളുടെ ബോണ്ട് ഓർഡറിൽ മാറ്റമുണ്ട്. ബോണ്ട് ഓർഡർ ഈക്വൽസ് 2A വരികയുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആൻസർ എന്തല്ല, ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഓപ്ഷൻ O2-. സോ വി ഹാവ് O2-. O2- തീർച്ചയായിട്ടും 16+1 17 ഇലക്ട്രോൺ ആണ്. മക്കളെ 17 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. പക്ഷേ വാട്ട് ഈസ് ദ ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 2ൽ നിന്നും ഒന്നുകൂടെ കുറയും, 1.5. നെക്സ്റ്റ് N2+. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് N2+? N2+ ആണ്. N2+ എന്ന് പറഞ്ഞാൽ 14ൽ നിന്ന് 1 കുറഞ്ഞു. അപ്പോൾ 13 ഇലക്ട്രോൺ ആണ്. 13 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ വീണ്ടും അയാൾ പാരാമാഗ്നറ്റിക് ആണ്. പക്ഷെ അയാളുടെ ബോണ്ട് ഓർഡർ, വാട്ട് ഈസ് ദ ബോണ്ട് ഓർഡർ ഓഫ് ദാറ്റ്? ഇറ്റ്സ് ഈക്വൽസ് 2.5. അപ്പോൾ അത് സെക്കൻഡ് ഓപ്ഷന് നമ്മൾ ആൻസർ അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ O2+. മക്കളെ O2+ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 15 ആണ്. 15 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അയാളുടെ ഉറപ്പായും 15 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്, പാരാമാഗ്നറ്റിക് ആണ്. അയാളുടെ ബോണ്ട് ഓർഡർ, വാട്ട് ഈസ് ദ ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ ഈക്വൽസ് 2.5. അടുത്തത് N2-. മക്കളെ N2- ആണ്. N2- എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം 14+1 അവിടെയും 15 ഇലക്ട്രോൺ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ സീ ദാറ്റ് അയാൾ പാരാമാഗ്നറ്റിക് ആണ്. അയാളുടെ ബോണ്ട് ഓർഡർ എത്രയാണ്? ബോണ്ട് ഓർഡർ ഈക്വൽസ് 2.5. സോ അപ്പോൾ ഇത് നമ്മൾ ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി അവസാനം O2- ഓൾറെഡി N2- നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ O2- നിങ്ങൾക്ക് അറിയാം അയാൾ ബോണ്ട് ഓർഡർ 1.5 ആണ്. ഓക്കെ, എന്നാൽ N2- 15 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അത് അതിൻ്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. അപ്പോൾ അത് നമ്മൾ ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ആൻസർ കീ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉറപ്പായും നമുക്കറിയാം ഓപ്ഷൻ 3 ആണ്. താങ്ക് യു.